Today let's talk about performance exhaust system. വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. പെർഫോമൻസ് എക്സോസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബെറ്റർ സൗണ്ടിങ് ആൻഡ് ബെറ്റർ പെർഫോമൻസ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഏറ്റവും സൗണ്ട് ഉണ്ടാക്കുന്ന വണ്ടി അല്ലെങ്കിൽ എക്സോസ്റ്റുകളുടെ തീ വരുന്ന വണ്ടി ബിൽഡ് ചെയ്യുക എന്നൊക്കെ. പക്ഷേ പെർഫോമൻസ് എക്സോസ്റ്റുകൾ ബിൽഡ് ചെയ്യുന്നതിൻ്റെ കാരണം എവിടെയോ വെച്ച് വിട്ടുപോയല്ലോ. നമുക്കൊന്ന് നോക്കാം. ശരിക്കും എന്താണ് എക്സോസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്, എന്തിനാണ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. അതിന് നമുക്ക് എക്സോസ്റ്റ് സിസ്റ്റം ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. എക്സോസ്റ്റ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് വേരിയസ് കോമ്പണൻസ്. എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് ആദ്യമായി വരുന്നത് കാറ്റലിറ്റിക് കൺവെർട്ടറിലേക്കാണ്. അത് കഴിഞ്ഞ് റെസിനേറ്റേഴ്സ്. ചില വണ്ടിക്ക് 2 റെസിനേറ്റർ ഉണ്ടാവും, ചില വണ്ടിക്ക് ഒരെണ്ണം ഉണ്ടാവും, ചില വണ്ടിക്ക് ഒന്നും ഉണ്ടാവില്ല. അതിന് ശേഷമാണ് മഫ്ലർ, അതെല്ലാ വണ്ടിക്കും ഉണ്ടാവും. അതിന് ശേഷം ടിപ്പിലൂടെ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് പോകുന്നു. ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ ഈ സ്റ്റോക്ക് കോമ്പണൻസിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം റെസ്ട്രിക്റ്റീവായ എക്സോസ്റ്റുകൾ കൂടുതൽ ഗ്യാസ് പുറത്തോട്ട് തള്ളാൻ പറ്റില്ല. പുറത്തോട്ട് തള്ളാണ്ട് നമുക്ക് കൂടുതൽ എയർ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റില്ല. കൂടുതൽ എയർ ഉള്ളിലേക്ക്, എഞ്ചിൻ്റെ ഉള്ളിലേക്ക് എത്താണ്ട് കൂടുതൽ എയർ ഫ്യൂർ മിക്സർ ട്യൂൺ ചെയ്ത് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളൊരു സ്റ്റേജ് 2 ട്യൂണൊക്കെ ചെയ്യുമ്പോൾ എക്സോസ്റ്റ് അല്ലെങ്കിൽ ഡൗൺ പൈപ്പ് ഈസ് എ മസ്റ്റ് തിങ് ടു ഡു. സോ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബോണസാണ് സൗണ്ട്. സൗണ്ട് എപ്പോഴും നല്ലതാണ്, സൗണ്ട് നമുക്ക് ഹരാണ്. ഇതൊന്നും ചെയ്യാണ്ട് ചില വണ്ടികൾക്ക് സൗണ്ടിന് വേണ്ടി തന്നെ എക്സോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. എക്സോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എക്സോസ്റ്റിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് സൗണ്ട് മാറും, തിക്നെസ് അനുസരിച്ച് സൗണ്ട് മാറും. നമ്മൾ എക്സോസ്റ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ സ്റ്റോക്കിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും, കൂടുതൽ ഫ്രീ ഫ്ലോ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒത്തിരി ഡയമീറ്റർ വലുതായി കഴിഞ്ഞാൽ ഒത്തിരി ഫ്രീ ഫ്ലോ ആവും, ബാക്ക് പ്രഷറിനെ ബാധിക്കും, അത് വണ്ടിയുടെ പവറും കുറയ്ക്കും. ജസ്റ്റ് ഒരു പെർഫോമൻസ് എക്സോസ്റ്റ് വെച്ച് നിർത്തുകൊണ്ട് വണ്ടിയുടെ പവർ കൂടണമെന്നില്ല. അതിനനുസരിച്ച് എഞ്ചിനിൽ ഫ്യൂലിംഗ് മാറണം, അതിനനുസരിച്ചുള്ള ട്യൂണും കൊടുക്കണം. നമുക്ക് ഫേമസ് ആയ ഏതാനും ബ്രാൻഡ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അക്രപോവിക്, ബോർല, മാഗ്നഫ്ലോ, മിൽടെക്. ഞാൻ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്നത് SS-ൻ്റെ 305 സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ്. എക്സ്പെൻസീവ് കാസിനൊക്കെ വരുന്നത് ടൈറ്റാനിയം എക്സോസ്റ്റ്, ഇൻകനാൽ എക്സോസ്റ്റ്, അലൂമിനിയത്തിൽ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഓപ്ഷൻസ് ആണ് ഫോർ എക്സ്പെൻസീവ് കാസ്. ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം എക്സോസ്റ്റ് നോട്ടിനെയും അവൻ്റെഡോറൊക്കെ സ്ക്രീം ചെയ്ത് നോബിടെക്കിൻ്റെ എക്സോസ്റ്റ് ഒക്കെ ഇട്ട് പോകുന്ന നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ പൊതുവേ ടൈറ്റാനിയം എക്സോസ്റ്റുകളാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സോസ്റ്റുകളെ പറ്റി ഒന്ന് സംസാരിക്കാം. എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ കേൾക്കണം വാൽവട്രോണിക് ഈസ് ജസ്റ്റ് എ സിസ്റ്റം ടു റെഡ്യൂസ് ദ സൗണ്ട്. വാൽവ് ഓപ്പൺ ആക്കി മഫ്ലറിൻ്റെ ഉള്ളിക്കിടെ അല്ലാണ്ട് സ്ട്രേറ്റ് വിട്ട് സൗണ്ട് കൂട്ടുന്നു, വാൽവ് ക്ലോസ് ആക്കി മഫ്ലറിൻ്റെ ഉള്ളിക്കിട്ട് സൗണ്ട് കുറയ്ക്കുന്നു. ഇത്ര തന്നെയാണ് വാൽവ് ചെയ്യുന്നുള്ളൂ. വാൽവട്രോണിക് എക്സോസ്റ്റ് ചെയ്തെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഒരു പെർഫോമൻസോ നല്ല സൗണ്ടോ തരാൻ പറ്റില്ല. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് വിത്ത് വാൽവട്രോണിക് എന്ന് പറയുമ്പോൾ എക്സോസ്റ്റ് മൊത്തത്തിൽ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ വാൽവട്രോണിക് സിസ്റ്റം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നോക്കുന്നത് വാൽവട്രോണിക്കിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്ത് എക്സോസ്റ്റ് സിസ്റ്റമാണ് ചെയ്തേക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് എ ടെർബോ ബാക്ക് എക്സോസ്റ്റ്, ആക്സിൽ ബാക്ക് എക്സോസ്റ്റ് ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്, ഇതെല്ലാമാണ് നമ്മുടെ വണ്ടിയുടെ സൗണ്ടും പെർഫോമൻസും കൂട്ടുന്നത്. ഇറ്റ്സ് നോട്ട് വാൽവട്രോണിക്. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന പോലെ ഈ എക്സോസ്റ്റിന്റെ ടിപ്പിൽ അക്രപോവിക്കിന്റെ ഒക്കെ ടിപ്പ് വെക്കും. അത് കണ്ടിട്ട് ചിലർ അക്രപോവിക്കിന്റെ എക്സോസ്റ്റ് അല്ലെന്ന് ചോദിക്കുന്നത്. അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാണ്, അക്രപോവിക്കിന്റെ ഒറിജിനൽ എക്സോസ്റ്റ് സാധാ വണ്ടികളിൽ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടികളുടെ തന്നെ പൈസ ഉണ്ടാവും എക്സോസ്റ്റ്. സോ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ടു ഇൻവെസ്റ്റ് 10 lakhs ഓൺ എക്സോസ്റ്റ് ഫോർ എ 10 lakh കാർ. ഒരിക്കലും ഒരു പരിധി കൂടുതൽ പൈസ എക്സോസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ പൈസയുടെ വണ്ടിയിൽ മുടക്കിയിട്ട് കാര്യമില്ല. അത് വലിയ പൈസയുടെ വണ്ടിയിൽ മുടക്കി കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ് മേക്ക് സെൻസ്.